പക്ഷെ അതിന് മുമ്പേ എൻ്റെ അമ്മ ഇവർ രണ്ടിനെ ആരെങ്കിലും ഉള്ള കെട്ടണം. അല്ല, നീ മനസ്സിൽ വയ്ക്കേ. അല്ല, മനസ്സിൽ വയ്ക്കാൻ അമ്മയ്ക്ക് അത് ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിച്ച് പറയാം. നിങ്ങൾ എവിടെ പോകണമെങ്കിലും വള്ളത്തിന് പോകാം. അങ്ങനെ നിങ്ങൾ അഹങ്കരിക്കട്ടെ. ഞങ്ങൾക്ക് അവിടെ എങ്ങനെ പോകണമെങ്കിൽ റോഡിൽ കൂടെ പോകാൻ പറ്റും. ഞാൻ തറയിൽ നിന്ന് അടിക്കുന്നു, ഇത് വെള്ളത്തിൽ നിന്ന് അടിക്കുന്നു. കുറേ നാളത്തേക്ക് ശേഷം ഞങ്ങളിതാ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അതെ, ഒരു യാത്രയ്ക്ക് വേണ്ടി. വേറെ ഒന്നുമല്ല, മുമ്പ് പോയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ശാമ്പ്രാണിക്കൊടിയിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. എവിടെ പോണേ? ഓഹോ, ഫുൾ റെക്കോർഡറാണ്. നമ്മളെ ഒരു തരത്തിൽ മനുഷ്യൻ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ആരും കാണാതിരിക്കാനാണ് മുണ്ടും തലപ്പെട്ടുണ്ട് ഇറങ്ങിയത്. അപ്പോൾ കാണാതെ ആവട്ടെ പറഞ്ഞത് ഇത് വന്നിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കണൊക്കെയാണ്. നിങ്ങൾ അത്ര വിശ്വാസം പോരാ. ഞങ്ങളാണോ നിങ്ങളാണോ വിശ്വാസമില്ലാത്തത്? നിങ്ങളാ തന്നെ എന്നെ ഭയങ്കര വിശ്വാസം. ഞാൻ അങ്ങനെ ആക്കി എടുത്തേക്കല്ല അമ്മ. അല്ല, മറ്റവ ഇല്ലാത്തോണ്ടേ വിശ്വസിക്കും. അപ്പു അവ ഉണ്ടായിരുന്നെങ്കിൽ ഒട്ടും വിശ്വസിക്കില്ലായിരുന്നു. അവനാണെങ്കിൽ ഒരു രക്ഷയില്ല. അവന് ഒരു രക്ഷയില്ല. അവ ഉണ്ടെങ്കിൽ തീർന്നു. റോഡ് പണി കഴിയുമ്പോൾ കിട്ടില്ലായിരിക്കും അല്ലേ? അങ്ങനെ ഞങ്ങള് ശാമ്പ്രാണിക്കോടിയിലെത്തി കേട്ടോ. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ശാമ്പ്രാണിക്കൊടിയിലേക്ക് വരുന്നതും വീഡിയോ ചെയ്യുന്നതും ഒക്കെ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ മനസ്സിന് അതിയായ സന്തോഷം തന്നെയാണ് തോന്നുന്നത്. പിന്നെ ശാമ്പ്രാണിക്കൊടിയെ പറ്റി പറയുമ്പോൾ ശാമ്പ്രാണിക്കൊടി ഇത്രയ്ക്ക് ഫേമസ് ആകാൻ കാരണം നമ്മുടെ മെൽവിൻ ചേട്ടന്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ്. ട്രാവൽ വ്യൂസ് ചാനലിലെ ശാമ്പ്രാണിക്കൊടിയെ പറ്റിയുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. പഴയ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി കാണുക. ശാമ്പ്രാണിക്കൊടി വന്നിട്ട് ഫസ്റ്റ് നിങ്ങളിങ്ങനെ കോൺ ഐസ്ക്രീം കഴിക്കണം. ഞങ്ങൾ കൊച്ചു പിള്ളേർ, വയസ്സായവരൊന്നും കഴിക്കില്ല, പ്രായമായവർക്കൊന്നും കഴിച്ചുകൂടാ അല്ലേ? എന്നെക്കാളും കൊച്ചു കുട്ടിയുണ്ട്, 2 എണ്ണമാണ് കഴിക്കും. അടിപൊളി. അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ച് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരാൾക്ക് ബോട്ട് ചാർജ് എന്ന് പറയുന്നത് 150 രൂപയാണ്. അപ്പോൾ ഒരു ബോട്ടിൽ 7 പേർക്ക് യാത്ര ചെയ്യാം. അപ്പം 7 പേര് തികഞ്ഞാൽ മാത്രമേ അവർ ബോട്ട് എടുക്കത്തുള്ളൂ. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഒന്നാമത് ഇന്നിപ്പം വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ട് ആൾ കുറവാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഒരു 7 പേര് ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അക്കരെ പോകാം. അല്ലെന്നുണ്ടെങ്കിൽ അക്കരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1050 രൂപ, അതായത് 7 പേർക്കുള്ള പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രമായിട്ട് ബോട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അവധി ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 7 പേര് അടുപ്പിച്ച് വരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം എന്തായാലും അവിടെ വെയിറ്റ് ചെയ്തു. നമുക്ക് വല്ല പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. കേസ് നമ്മളങ്ങനെ ഇവിടെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അശോകൻ്റെ ഒരു ചോദ്യമാണ്. അശോക, ഒരു ചോദ്യം. നീ ടാറ്റയുടെ ബിർളയുടെ മോനാണെന്ന് വയ്ക്കുക. അപ്പോൾ നീ എൻ്റെ ആഗ്രഹം എന്തായിരിക്കും? ടാറ്റയുടെ ബിർളയുടെ മോനാണെന്ന് വയ്ക്കുക. അപ്പോൾ നിൻ്റെ ആഗ്രഹം എന്തായിരിക്കും? നിനക്ക് എന്ത് കിട്ടണമെന്നാണ് ആഗ്രഹം? നീ ഇപ്പം എന്ത് ചെയ്യും? പക്ഷെ അതിന് മുമ്പേ എൻ്റെ അമ്മ ഇവർ രണ്ടിനെ ആരെങ്കിലും ഉള്ള കെട്ടണം. അല്ല, നീ മനസ്സിൽ വയ്ക്കേ. അല്ല, മനസ്സിൽ വയ്ക്കാൻ അമ്മയ്ക്ക് അത് ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിച്ച് പറയാം. ഞാൻ ചോദിച്ചാൽ നീ മനസ്സിലായി. അമ്മയ്ക്ക് കുപ്പിയൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അതാണ് പട്ടാളക്കാരനെ കിട്ടിയത്. നില്ലേ. അല്ല, ഞാൻ ചോദിച്ചതല്ല. നീ ഇപ്പം ടാറ്റയോ ബിർളയോ അംബാനിയുടെ മോനാണെന്ന് വയ്ക്കുക. എങ്കിൽ നിനക്ക് എന്താ ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരിക്കും? എന്ത് വാങ്ങിക്കണമെന്നാ, അല്ലെ എന്ത് എവിടെയെങ്കിലും പോകണമെന്നാ? അല്ല, എവിടുന്ന് പോകണമെന്നല്ല, ഇതുപോലുള്ള ചീത്ത കുട്ടികളെ ഇപ്പം എനിക്ക് പാടില്ല എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ അല്ല, നിനക്ക് എന്താണ് ആഗ്രഹം? നല്ല കാറ് വാങ്ങി, ഇങ്ങനത്തെ കാറ് വേണം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും കൊണ്ടുനടക്കാറില്ല. കാരണം അതിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. ആണെങ്കിൽ ഇപ്പോഴും തന്നെ ഇന്നലെ പത്രത്തിൽ 2 ദിവസം കൊണ്ട് വലിയ വാർത്തയാണ്. കാരണം പിന്നെ മെസ്സിക്ക് 10 കോടി രൂപ വരെയുള്ള പിന്നെ വാച്ച് അംബാനിയുടെ മോൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് നമ്മളെന്തിനാ അത് കണ്ട് വെറുതെ കണ്ണുടണം? മറുപടിയാണ് ഞാൻ പറയണത്. അതിന്റെ 7 ഏലത്ത് പോലും നമുക്ക് എത്താൻ പറ്റില്ലെന്ന് അറിയാം. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ കാര്യമില്ല. അത് നടക്കാത്ത കാര്യം. ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പൊ അവരെ മോനാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. വിചാരിച്ചാൽ പോലും എത്തൂല. നടക്കാത്ത കാര്യം. ഇവൻ സമ്മതിക്കൂല. അണ്ണനാണ് അംബാനിയുടെ മോനെന്ന് വെക്കുക. എനിക്ക് അണ്ണൻ ആഗ്രഹം എന്തായിരിക്കും? സാധാരണ പോലെ ജീവിക്കുക, അത്രേ ഉള്ളൂ ആഗ്രഹം. ഇപ്പൊ സാധനം പോലെ ജീവിക്കുന്നത്. അവരാരുടെ മക്കളാണെങ്കിൽ അണ്ണൻ്റെ ആഗ്രഹം എന്തായിരിക്കും? അവരുണ്ടാക്കിയത് അവർക്ക്, നമ്മളുണ്ടാക്കിയത് നമുക്ക്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയട്ടെ. നീ എന്തോട് എനിക്ക് എൻ്റെ അച്ഛനെ മാറ്റാൻ പറ്റില്ല. എൻ്റെ അച്ഛനെ മാറ്റാൻ പറ്റില്ല വെക്കാനല്ലേ പറഞ്ഞു. നീയാണല്ലോ ചോദിച്ചത്. അപ്പോൾ വായിക്കോടെ അച്ഛനെ മാറ്റി നിന്റെ അച്ഛനെ കൊണ്ട് നിനക്ക് സുഖമായിട്ട് ജീവിക്കണം. അതാണ് ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ അല്ലായിരുന്നു. എല്ലാം തെറ്റിച്ചു. വിവേക്
ഓൺ ലൈൻ. ഹായ്. ഹലോ. പിന്നെ ഞാനേ മറ്റേ ആ കടയിൽ 200 രൂപ കൊടുത്തിട്ടുണ്ട്. ഏത് കടയിൽ? ഏതെങ്കിലും കടയിൽ കൊണ്ട് തടിയന്റെ കടയില്. അതെന്തിന് നീ പൈസ കൊടുത്താ? ഓ ഞാൻ കൊടുത്തു. ആ പൈസ പോയെന്ന് വിചാരിച്ചോണ്ടാ മതി. അത് കുഴപ്പമൊന്നുമില്ല, സ്നേഹമാണ് വലുത്. തന്നെ എന്നാ പിന്നെ 1 ലക്ഷം രൂപ ഒന്നുമില്ലേ കുറച്ചുകൂടെ സ്നേഹത്തിന്? സ്നേഹമാണ് അടില സാഗ മൂവിയിൽ നിന്നാണല്ലോ കവിവചനം. തന്നെ ഇന്നലെ ഏതായിട്ടായിരുന്നു അടിച്ചത്? ഇന്നലെ കള്ളു കുടിച്ച് ബെക്കാരി വൈറ്റ് റമ്മും ഉണ്ടായിരുന്നു. തന്നെ കണ്ട കാടി കുടിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇത് വരണത്. സാഹിത്യമൊക്കെ ആര് വരണത്? ഇപ്പൊ എവിടെ എത്തി സാറ്? ഞങ്ങള് വന്നല്ലോ, കുറേ വന്നല്ലോ. നമ്മള് കൊല്ലം ജില്ലയിലാണ്. കൊല്ലത്തുനിന്ന് സാമ്പ്രാണിയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. തമാശകൾ പറഞ്ഞ് ഇരുന്ന സമയത്ത് 4 പേർ അടങ്ങുന്ന ഒരു ഫാമിലി വരികയും ഞങ്ങളെയും ചേർത്ത് 7 പേർ ആയതിനാൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ ബോട്ടിനടുത്തേക്ക് നടന്നു. കൊച്ചു കുട്ടികൾ ആദ്യം കയറട്ടെ എന്ന് ബോട്ടിലെ ഡ്രൈവർ പറഞ്ഞപ്പോൾ അശോകൻ ചാടി അങ്ങ് അകത്ത് കയറി. കാരണം നമ്മുടെ കൂടെ വന്ന ഫാമിലിയിൽ 2 കുട്ടികളുണ്ടായിരുന്നു, അവരെയാണ് ആദ്യം കയറ്റി വിടേണ്ടത്. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ബോട്ടിൽ കയറി അഷ്ടമുടി കായലിൽ കൂടി ഒരു യാത്ര സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക്. ബോട്ട് യാത്ര അല്പം ദൂരം മാത്രമേ ഉള്ളൂ എങ്കിലും പോകുന്ന വഴിക്ക് ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ എല്ലാം കണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. ദൂരെ കാണുന്നതാണ് സാമ്പ്രാണിക്കോടി ഐലൻഡ്. നല്ല വെയിൽ, അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും. വെയിലിന്റെ ചൂട് ഒരു പരിധിവരെ ആ കാറ്റ് തണുപ്പിക്കുന്നുണ്ട്. സാമ്പ്രാണിക്കോടി ഐലൻഡിൽ ആദ്യമായി കാല് കുത്തുന്നതിലുള്ള ത്രില്ലിലാണ് നമ്മുടെ അശോകൻ. ആദ്യമായിട്ടാണ് നമ്മളെ ഈ സുഹൃത്ത് ഇവിടെ വരുന്നത്. കണ്ണൂറക്കട്ടെ എവിടെയാണ്? ഞാനെന്നാ കണ്ടോട്ടെ. എന്റെ ജീവിതം ധന്യായി. അതാ ധന്യ അത് പറയാണ്ട് കുറെ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ട ഇങ്ങനെ നടന്ന് അങ്ങ് അറ്റം വരെ പോവാം. അതുവരെ ആ കൊടി നിൽക്കുന്നില്ലേ, അതുവരെ പോവാം. പോണോ? പറയാം. ഓ എന്തോ നോക്കണേ? പോവാല്ലോ, അങ്ങോട്ട് പോവാലോ. അങ്ങോട്ട് പോ. നാരങ്ങളോ സോഡ നാരങ്ങളോ. തണുത്ത സോഡ ആയിക്കോട്ടെ. ഒന്ന് തണുക്കാത്ത. സാമ്പ്രാണിക്കൊടി വന്നിട്ട് നാരങ്ങളും കുടിച്ചില്ല ഒന്നും കണ്ട. ചാമ്പ്രാണി. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന സാമ്പ്രാണി എന്നല്ലേ? പറഞ്ഞങ്ങനെ സാമ്പ്രാണിയായി പോയി. പണ്ട് സാമ്പ്രാണി സാമ്പ്രാണിക്കൂടി ഐലൻഡ് സാമ്പ്രാണിക്കൂടി അതാണ്. അവിടെ ഇങ്ങനെ ഇത്ര ആയാലും കൊടുത്ത് ഇതിനും ആ പേരൊന്നും കിട്ടുന്നത് അതാണ് കൃത്യ സ്ഥലം. എന്റെ കൊച്ചിലോട്ട് അറിയുന്നത് ആ സ്ഥലമാണ്. ഇപ്പൊ ഇവിടെ വരുന്ന ഈ ഗസ്റ്റുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ പോകുന്ന ഈ വള്ളയാത്രയാണ്. എത്ര രൂപയാണ് വള്ളയാത്ര? ഒരാൾക്ക് 100 രൂപ സാറേ. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് 4 താമസം 5 ദ്വീപുണ്ട്. ദ്വീപ് വഴി ഏറ്റവും കൊച്ചു കണ്ടൽക്കാരനായിട്ട് കൂടെ കറങ്ങി വരുന്ന യാത്രയാണ്. നല്ല പിന്നെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ സൂപ്പർ സ്ഥലങ്ങളെല്ലാം. ഇവിടെ പൂർവ്വ വള്ളയാത്രയ്ക്ക്. ചേട്ടാ പേരെന്താ? ഷാജി. ഒരാൾക്ക് 100 രൂപ. ഒരാൾക്ക് 100. ഞങ്ങൾ അപ്പുറത്ത് ഐലൻഡ് താമസിക്കുന്നത്. ഞങ്ങൾ ഈ കടക്കാരി വള്ളക്കാരൻ്റെ അപ്പുറത്ത് ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡ് താമസിക്കുന്നത്. അപ്പം നമ്മൾ ഈ വള്ളം ഇറങ്ങി പോകുമ്പോൾ കാണാൻ സാധിക്കും. 72 വീടുണ്ട് അവിടെ. ഞങ്ങൾക്ക് ഈ വള്ള യാത്രയേ ഉള്ളു, റോഡ് മാർഗങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ പോകുന്നത് നമ്മൾ വള്ളത്തിൽ തന്നെ. ഇവിടെ പാലം വന്നത് പാലം അത് അപ്പുറത്താണ്, അപ്പുറദ്വീപില്ല. അതാണ് ഇയാളുടെ ജന്മസ്ഥലം. ഈ നിൽക്കുന്നതാണ്. അപ്പം അങ്ങോട്ട് പോകുന്നെങ്കിൽ അവരുടെ കുടുംബ വീട് കാണാം. നിങ്ങൾ എവിടെ പോകണമെങ്കിലും വെള്ളത്തിൽ പോകാൻ. അങ്ങനെ നിങ്ങൾ അഹങ്കരിക്കട്ടെ. ഞങ്ങൾക്ക് അവിടെ എങ്ങനെ പോകണമെങ്കിലും റോഡിൽ കൂടെ പോകാൻ പറ്റുമോ? എന്നിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യില്ലേ? എന്താണ്? അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ അഹങ്കാരമൊന്നുമില്ല. ഇത്രയും കാര്യം കള്ളന്മാരെ പേടിക്കണ്ട. പ്രത്യേകിച്ച് ഒരാളെ പുറത്തു വന്ന് ഞങ്ങൾ ആക്രമിക്കുന്നു, അങ്ങനെ വന്നാൽ കള്ളന്മാരല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. തെറ്റി. ഞങ്ങൾ 2 പേരും ഒഴിച്ച് മൊട്ട അടിച്ചങ്ങനെ ഞങ്ങൾ 2 പേരും ഒഴിച്ച് പൈസ ഒക്കെ ആദ്യം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്റെ കടയിൽ എത്ര പോരാ? പറയടാ ജി.
പുള്ളി അവിടെ ഈ പഴയ സാധനങ്ങൾ കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടൊക്കെയാണ് അടിക്കുന്നത്. നല്ല വ്യത്യാസമുണ്ട്. ഞാൻ തറയിൽ നിന്ന് അടിക്കുന്നു, ഇത് വെള്ളത്തിൽ നിന്ന് അടിക്കുന്നു. ഈ വീഡിയോ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സോഡ നാരങ്ങൾ അത് 30 രൂപ. അത് ഈ വെള്ളത്തിൽ, അത് അവിടെ അവർ ചുമന്നെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ വെള്ളത്തിൽ വെച്ച് തരുന്നതിന് അവിടെ വണ്ടി വരുന്ന സ്ഥലത്ത് ഈ മഹാൻ അടിച്ചു കൊടുക്കുന്നത് 30 രൂപ. 30 രൂപ തന്നെ. ഇവിടുന്ന് ഒരാൾക്കാർ 500 രൂപയ്ക്ക് അങ്ങ് വന്നിട്ട് ഒരു സോഡ ആരെയും കുടിക്കും ഇല്ലല്ലേ? അല്ല, അവിടെ ഉള്ളവരെ നിങ്ങൾ പറ്റിക്കല്ലേ, പോകുമ്പോഴുള്ളവരെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കുഴപ്പമില്ല. അവർ പറ്റിക്കപ്പെടാൻ വേണ്ടി വിധിച്ച ആൾക്കാരാണ്. കുഴപ്പമില്ല. കട വന്നിട്ട് കുടിച്ചിട്ട് പറയട്ടെ എങ്ങനെയുണ്ട്. ഹലോ ഗേസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉല്ലാസ് ബ്രോ അയക്കുന്നതാണ്. ഇനി ഇവൻ നമ്പർ ഇടും, പോകുന്നില്ല എന്ന് പറയും. കാരണം ഇത് വെറുതെ നമ്പർ ഇടും, സ്ഥിരം ഉള്ളതാണ്. ഇവൻ എവിടെ അയച്ചാലും പൈസ പോകില്ല. കണ്ണും കണ്ടുകൂടാ. പോയില്ല. ഇതിൽ ചവിട്ടിയോളം കയറാൻ മനസ്സിലായോ? ചവിട്ടി കയറിക്കോ ശിവ. പൈനാപ്പിൾ മേടിയില്ലേ, വെള്ളത്തിൽ നിന്ന് കഴിക്കാം. ഞാൻ ബാക്കിലിരിക്കാം. വെള്ളം ഇല്ലല്ലോ. എനിക്ക് ബാക്കിൽ ഇരിക്കാം. പാടുപാടുണ്ടോ അല്ലെങ്കിൽ കയറിക്കാം. എരിയില്ലാത്തത് മതി. ഗൈസ്, നമ്മളങ്ങനെ ശാമ്പ്രാണിക്കൊടിയിൽ വന്ന് ഇറങ്ങിയിട്ട്, അതായത് ഈ ഐലൻഡ് വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് വള്ളത്തിൽ മറ്റ് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അത് കൊടുക്കണമെന്ന് തന്നെ. നല്ല ഐലൻഡുകളായിട്ടോ സാർ, ആള് താമസമുള്ള ഐലൻഡുകളാണ്. അങ്ങനെ സാമ്പ്രാണിക്കോടി ഐലൻഡിൽ നിന്നും മോട്ടോർ ഘടിപ്പിച്ച വള്ളത്തിൽ ഞങ്ങൾ അഷ്ടമുടി കായലിൽ കൂടെ ഒരു യാത്ര നടത്തി. വള്ളത്തിന്റെ അമരക്കാരനായ ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാ ഐലൻഡുകളുടെയും, അതായത് അഷ്ടമുടി കായലുള്ള മറ്റ് ഐലൻഡുകൾ പേരുകളും എല്ലാം വിശദമാക്കി പറഞ്ഞു തന്നാണ് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശാമ്പ്രാണിക്കോടിയിൽ ആദ്യമായി വന്നപ്പോൾ ഇവിടെ ഇതുപോലുള്ള കടകളോ ഇതുപോലുള്ള വള്ളങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടിയിൽ നിന്നും സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക് വരാൻ പെർ ഹെഡിന് 150 രൂപയും സാമ്പ്രാണിക്കോടി ഐലൻഡിൽ വള്ളത്തിൽ അരമണിക്കൂർ ചുറ്റിക്കറങ്ങാൻ പെർ ഹെഡിന് 100 രൂപയുമാണ് ചാർജ് ആവുന്നത്. അഷ്ടമുടി കായലിൽ കൂടെയുള്ള യാത്രയിൽ നമുക്ക് ഇതുപോലുള്ള ചെറു ദ്വീപുകൾ ധാരാളമായി കാണാം. മനുഷ്യവാസമുള്ള ദ്വീപുകൾ തന്നെയാണ് ഇവയെല്ലാം. ഈ ചെറു ദ്വീപുകളിലേക്കുള്ള ഏക ഗതാഗത മാർഗം എന്ന് പറയുന്നത് വള്ളങ്ങൾ തന്നെയാണ്. ചില ദ്വീപുകളിലേക്ക് മാത്രം പാലങ്ങൾ വന്ന് നിൽപ്പുണ്ട്. ഇനി നമ്മൾ കണ്ടൽ കാടുകൾക്കിടയിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് സാമ്പ്രാണിക്കോടി ഐലൻഡിലെ പോലെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അതായത് അവിടെ ആഴം തീരെ കുറവാണ്. ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും പറ്റിയ സ്ഥലമാണ് ഇവിടം. വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് നിങ്ങൾ ഇതുപോലെ യാത്ര ചെയ്യുന്നതെങ്കിൽ ധാരാളം പക്ഷികളെ കാണാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. ഞങ്ങൾ സഞ്ചരിക്കുന്ന വള്ളത്തിൻ്റെ ഇടതുവശത്തും വലതുവശത്തും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഷ്ടമുടി കായലിൻ്റെ ഈ വശത്തുള്ള ഒരു ആഴം എത്രയാണെന്നുള്ളത്. കാരണം ഇവിടെയൊക്കെ ആഴം വളരെ കുറവാണ്. മൺട്രോത്തുരുത്തിലുള്ളതുപോലെ തന്നെ കണ്ടൽ ചെടിയാൽ രൂപപ്പെട്ട ആർച്ചിൻ്റെ അടിയിൽ കൂടിയുള്ള യാത്ര നമുക്ക് ഇവിടെയും ചെയ്യാം. അതിനൊരു ഉദാഹരണമാണ് ദാ ഈ കാണുന്നത്. ഈ വള്ളയാത്രയിൽ കൂടെയുള്ള 2 പൊട്ടന്മാരെ കാണിച്ചില്ല എന്നുള്ള പരാതി വരാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇവന്മാരെയും കൂടെ ഒന്ന് കാണിച്ചു പോവുകയാണ്. നട്ടുച്ച വെയിലാണ് ഞങ്ങൾ വള്ളത്തിൽ യാത്ര ചെയ്യുന്നതെങ്കിലും നല്ല തണുത്ത കാറ്റടിക്കുന്നത് കൊണ്ട് ആ ഒരു വെയിൽ ഞങ്ങൾക്ക് വലുതായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും അഷ്ടമുടി കായലിൽ കൂടിയുള്ള ഈ ഒരു യാത്ര വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ്. അങ്ങനെ അരമണിക്കൂർ കറക്കം കഴിഞ്ഞ് ഞങ്ങൾ സാമ്പ്രാണിക്കോടി ഐലൻഡിൽ തിരിച്ചെത്തി. നമ്മളിനി ഇവിടെ എത്തി. ഇനി ചേട്ടൻ്റെ ഈ വാർപ്പെടുത്ത് വയ്ക്കണം അല്ലേ? വേണ്ട, ഇനിയിപ്പോ നമുക്ക് ഇറങ്ങാൻ വേണ്ട, ചാടിയാ മതി. ഇങ്ങോട്ട് 2 കാലും ഒരുപോലെ എടുത്ത് വെച്ചോണ്ട് വീഞ്ഞ് ഇറങ്ങിയാൽ മതി. ഇറങ്ങി 2 കാലും ഒരുപോലെ എടുത്ത് വെക്കും. 2 കാലും ഒരുപോലെ എടുത്ത് വെച്ചു. എന്നിട്ട് നട്ടമൊക്കെ ഇറങ്ങിയാൽ മതി. ഇല്ലേ, പേടിക്കണ്ട. പറഞ്ഞിട്ടില്ല, ഇറങ്ങി കാണിച്ചോളൂ. നട്ട ഇറങ്ങുന്നില്ല. ആ, നട്ട ഇറങ്ങിയാലോ? ആ, അത് തന്നെ. ഇത്രയേ ഉള്ളൂ. ഇടയ്ക്കോട്ട് കാല് വെക്കല്ലോ. പേടിക്കാതെ ഇറങ്ങ്. ഇടയ്ക്കോട്ട് കാല് വെക്കല്ലോ, മുമ്പോട്ട് കാലിരിക്കും. എന്ത് കഷ്ട. ആ, അത്രേ ഉള്ളൂ. വേണ്ട, പേടിക്കരുത്. ആരാണ് എന്നെ തള്ളിയത്? ഞാൻ പറഞ്ഞില്ല. മുമ്പോട്ട് പ്രായങ്ങളായ ഇതൊക്കെയാണ് പ്രശ്നം. പ്രായങ്ങളാണ് അനങ്ങാൻ വരും ഒരുത്തന്. അതിലും വീഴുന്നു, മറ്റുള്ളവരും
ഇത്രേ ഉള്ളൂ. ഞാൻ പറയാ അങ്ങനെ അല്പനേരം സാമ്പ്രാണിക്കോടി ഐലൻഡിൽ ചെലവഴിച്ച ഞങ്ങൾ ഒരു സോഡ നാരങ്ങ വെള്ളവും കുടിച്ച് അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു. അവിടുന്ന് നേരെ വീട്ടിലേക്കല്ല തിരിച്ചത്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിനിമം ഒരു 7 പേര് വരിക. അതാകുമ്പോൾ ഉറപ്പായിട്ട് എപ്പോഴും വേണോ അപ്പുറത്ത് പോകാം, എപ്പോഴും വേണോ തിരിച്ചു വരാം. അതാണ് കാര്യം. അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ 3 പേരാണ് വരണമെങ്കിൽ 4 പേരെ കരുതി നിങ്ങളോട് നിൽക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആ ബോട്ട് വിട്ടു കേട്ടോ. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. കാരണം വേറെ ആരും ഇല്ല. എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് കളിച്ച് രസിച്ച് നിൽക്കുകയാണ്. അപ്പം അവിടെ നിൽക്കട്ടെ, ഞങ്ങളെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ 3 പേരും തിരിച്ച് കരയിലോട്ട്. തിരുവനന്തപുരത്ത് നിന്നുമാണ് നിങ്ങൾ ഇവിടേക്ക് വരുന്നെങ്കിൽ ഏകദേശം 78 കിലോമീറ്റർ ദൂരമുണ്ട് സാമ്പ്രാണിക്കോടിയിലേക്ക്. എറണാകുളത്ത് നിന്നാണെങ്കിൽ 153 കിലോമീറ്ററും കോട്ടയത്ത് നിന്നുമാണെങ്കിൽ 99 കിലോമീറ്ററും തിരുനെൽവേലിയിൽ നിന്നുമാണെങ്കിൽ 170 കിലോമീറ്ററും ദൂരമുണ്ട് ഇവിടേക്ക് വരാൻ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.